നിങ്ങളുടെ ഇല്ലായ്മയിൽ കുറ്റം പറഞ്ഞ് പരിഹസിക്കുന്ന, അതെ, നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട, നിങ്ങൾക്കൊപ്പമുള്ള, നിങ്ങളേറെ സ്നേഹിക്കുന്ന, ഈ സമയം വരെയും നിങ്ങളെയും സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ കരുതിയിരുന്ന, അതെ, അവരുടെ മുൻപിൽ ഈ ആഴ്ച നിങ്ങളുടെ ഇല്ലായ്മയ്ക്ക് പരിഹാരം വരുത്തി. അതായത് എന്ത് പറഞ്ഞാണോ അവർ പരിഹസിക്കുന്നത്, എന്താണോ നിന്നിൽ കുറ്റമായി അവർ കാണുന്നത്, ആ ഇല്ലായ്മയെ മാറ്റി എൻ്റെ യേശു നിന്റെ കണ്ണുനീരൊപ്പം. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ, അതേന്നെ, വിശ്വസിക്കുന്ന നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ ഓരോ എപ്പിസോഡുകൾ എന്നെ കേൾക്കുന്ന നിങ്ങളുൾപ്പെടെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി എന്ന് കേൾക്കുന്നതിൽ, അറിയുന്നതിൽ നിങ്ങൾക്കൊപ്പം ചേർന്ന് സന്തോഷിക്കുന്നു. അതുപോലെ അവിധത്തിൽ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംജാതമാക്കിയ നല്ല കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇപ്പോൾ നമ്മളായിരിക്കുന്ന ഈ നല്ല സമയവും അവിധത്തിൽ വലിയ മാറ്റങ്ങളുടേതായി മാറുവാൻ, മാറ്റം വലിയതെന്ന് പറയുമ്പോൾ ഒരുപക്ഷേ നിങ്ങൾ ചിന്തിച്ചേക്കാം, എന്തിന് ഇത്രമാത്രം അത് ആവർത്തിച്ചു പറയണം? ആവർത്തിച്ചു പറയുന്നതിൽ മടുപ്പില്ല, തെല്ലും. അതെ, കാരണം ഈ മാറ്റം ദൈവത്താൽ പ്രൈസർ ഫാമിലിക്കൊപ്പമായിരുന്നു വിശ്വാസത്തോടെ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് നിങ്ങൾ പ്രാപിച്ച ഈ മാറ്റം, അതെ, നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. നിങ്ങൾ ലോകത്തിൽ നിന്ന് ഒത്തിരി തവണ ശ്രമിച്ച് ലഭിക്കാത്തതാണ്. ഒരു മാറ്റം ഉണ്ടാകുവാൻ വേണ്ടി പല വർഷങ്ങളായി നിങ്ങൾ അധ്വാനിച്ചതാണ്. ഒരു മാറ്റം ജീവിതത്തിൽ വരണമെന്ന് ആഗ്രഹിച്ച് എന്തെല്ലാം ചെയ്തു, എങ്ങോട്ടെല്ലാം ഓടി, എവിടെയൊക്കെ പോയി. പക്ഷേ ഓട്ടം വൃഥാവായി, പോയതൊക്കെ പരാജയമായി, ചെയ്തതൊക്കെ വൃഥാവായി, വെറുതെയായി തീർന്നു. അവിടെ ദൈവത്തിലൂടെ സംഭവ്യമായ മാറ്റം അത് വലിയത് തന്നെയാണ്, ശ്രേഷ്ഠകരമായതും. ഇന്നും എനിക്കൊപ്പമായിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും അവിധത്തിൽ വലിയ മാറ്റത്തെ വിശ്വസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റത്തെ എൻ്റെ ദൈവം ചെയ്യണം എന്ന നിർബന്ധ ബുദ്ധി ഞങ്ങൾക്കുള്ളത് കൊണ്ട് കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വരുത്തുവാൻ പോകുന്ന ആ വലിയ മാറ്റത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞതാണ് നിങ്ങൾ കേട്ടത്. നമ്മൾ ഒരുമിച്ച് അതെ തുടങ്ങിയത്, ധ്യാനിച്ച് തുടങ്ങിയത് ആ വാക്കുകളിൽ നിന്നാണ്. പ്രവചനദൂതായി അത് നിങ്ങൾ കേട്ടു. ആവർത്തിച്ച് പറയുന്നതിൽ മടിയില്ല, ഏറ്റെടുക്കുവാൻ തയ്യാറാക്കിക്കോ. അതെ, അവർ തന്നെ നിങ്ങൾ ഒരുപാട് അറിയുന്ന, നിങ്ങളെ ഒരുപാട് അറിയുന്നു, മനസ്സിലാക്കുന്നു എന്ന് നിങ്ങൾ കരുതിയവർ ചില ഇല്ലായ്മകളെ മുൻനിർത്തി കരയിപ്പിച്ചില്ലേ, തലകുനിപ്പിച്ചില്ലേ? അതെ, ആ ഇല്ലായ്മയെ മാറ്റി അവർ പറഞ്ഞ് നിന്നെ പരിഹസിച്ച, കളിയാക്കിയ, കുറ്റപ്പെടുത്തിയ ആ ഇല്ലായ്മയെ മാറ്റി യേശു നിന്റെ കണ്ണുനീരൊപ്പം. ഈ ആഴ്ചയിൽ തന്നെ എൻ്റെ യേശു നിന്റെ കണ്ണുനീരൊപ്പം. അപ്പോ ആ ദൂതിന്, പ്രവചന ദൂതിന് അടിസ്ഥാനമായിരിക്കുന്ന വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. വലിയ പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ. ആവർത്തിച്ചു പറയട്ടെ, ഞങ്ങൾ കേൾക്കുന്ന ഓരോ സാക്ഷ്യങ്ങൾക്ക് പിന്നിലും ഞങ്ങളുടെ മിടുക്കോ പേരോ പെരുമയോ പറയുന്നതിനേക്കാൾ ഉപരി പറയേണ്ട ഒന്നുണ്ട്. അത് ചെയ്ത ദൈവത്തെക്കുറിച്ച്, അതെ, അതവിടെ നിൽക്കട്ടെ. അതിനൊപ്പം ആ പ്രവചന ശബ്ദം, ദൈവത്തിൻ്റെ ആലോചന വിശ്വസിക്കുന്ന, പ്രാപിച്ചവരെ കുറിച്ച് നിങ്ങളുടെ വിശ്വാസമാണ്. എന്നിലൂടെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ആലോചനയിലുള്ള നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ വലിയ മാറ്റത്തെ, നിങ്ങൾ കേട്ട വലിയ മാറ്റത്തെ കൊണ്ടുവരുവാൻ പോകുന്നത്. അതേ, ആ ഇല്ലായ്മയെ മാറ്റുവാൻ പോകുന്നത്. അതേ, വിശ്വാസത്തോടെ. ചെറുത് പോരാ, അല്പവിശ്വാസം പോരാ. വല്ലതും നടക്കുമോ നോക്കട്ടെ, പറ്റുമോ, അതൊന്നും വേണ്ട. അതെല്ലാം മാറ്റിവെച്ച് വലിയ വിശ്വാസത്തോടെ ഇന്ന് എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ വലിയതൊന്ന് പ്രവർത്തിക്കും. ഈ ആഴ്ച ഞാൻ ഏറ്റവും ശ്രേഷ്ഠകരമായത് കാണുന്ന, അനുഭവിക്കുന്ന ആഴ്ചയായി മാറും. ഈ ആഴ്ച എൻ്റെ ജീവിതത്തിലെ ശൂന്യത എൻ്റെ യേശു മാറ്റും. വിശ്വസിക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിലും അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി
അടിയിറങ്ങി സ്തുതിക്കുന്ന കർത്താവേ. വന്നാട്ടെ, 2 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാൻ വായിക്കട്ടെ. ആദ്യ വാക്യം ശമൂവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകം 1-ാം അധ്യായം 6-ാമത്തെ വാക്യം. അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിപ്പാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു. തീർന്നില്ല. ഒപ്പം 2-ാം അധ്യായത്തിൽ ഇങ്ങനെയും രേഖപ്പെടുത്തിയിരിക്കുന്നു. 21-ാമത്തെ വാക്യത്തിൽ യഹോവ ഹന്നായെ കടാക്ഷിച്ചു. അവൾ ഗർഭം ധരിച്ച് 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും പ്രസവിച്ചു. ശമൂവേൽ ബാലനോ യഹോവയുടെ സന്നിധിയിൽ വളർന്നു വന്നു. എല്ലാം ഉള്ളവളെന്ന് വായിക്കുന്നവന് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു ജീവിതമുള്ളവൾ. എന്നാൽ അവളുടെ ജീവിതത്തിൽ ദൗർഭാഗ്യവശാലോ, അല്ലെങ്കിൽ ഒരു ഭക്തൻ എന്ന നിലയിൽ ഞാൻ പറയും ഭാഗ്യവശാലോ ഒരു കുറവ് ഉണ്ടായി. അപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ചോദിക്കും, ദൈവദാസനെ, കുറവ് എപ്പോഴും പ്രശ്നമാണ്, എപ്പോഴും നിരാശയാണ്, എപ്പോഴും വേദനയാണ്, സങ്കടമാണ്, അല്ലേ? ആ കുറവ്, ആ ഇല്ലായ്മ, അതുകൂടെ ഒന്ന് ശരിയായിരുന്നെങ്കിൽ, അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് നമ്മൾ പലരും ചിന്തിക്കുന്നത്, അല്ലേ? ആ കുറവിനോട് ഒരു പരിഹാരം വന്നിരുന്നെങ്കിൽ, ആ പ്രശ്നം കൂടെ ഒന്ന് മാറിപ്പോയിരുന്നെങ്കിൽ, അതുകൂടെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ, അതുകൂടെ ഒന്ന് ശരിയായിരുന്നെങ്കിൽ, അങ്ങനെയും കൂടെ ഒന്ന് നടന്നിരുന്നെങ്കിൽ, അതല്ലേ നമ്മുടെ ആഗ്രഹം. അപ്പോ ആ കുറവ് അതെങ്ങനെയാ ദൈവദാസനെ ഭാഗ്യമായി മാറുന്നത്? ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്, വഴിയെ മനസ്സിലാകും. ഒരു കാര്യം പറഞ്ഞ് മുൻപോട്ട് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. കേൾക്കണമേ, ആരാണ് ഈ സ്ത്രീയുടെ ഇല്ലായ്മയുടെ നാളിൽ അവൾ ദൈവസന്നിധിയിൽ കരഞ്ഞതിനെ കുറിച്ചും ആ കരച്ചിൽ ദൈവം കേട്ട് ആ കരച്ചിലിന് പ്രതിഫലമായി തൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം അഥവാ ഒരു വലിയ സന്തോഷത്തെ നൽകിയതിനെ കുറിച്ചും സാക്ഷിച്ചിരിക്കുന്നത്? ആർക്കു വേണ്ടിയാണോ ഈ സ്ത്രീ കരഞ്ഞത്, ആ കരച്ചിലിന് പ്രതിഫലമായി ദൈവം നൽകിയത് അഥവാ നൽകിയവൻ തന്നെയാണ് ഇവളുടെ കണ്ണുനീരിൻ്റെ കഥനകഥയും സന്തോഷത്തിൻ്റെ ആഹ്ലാദാരവും നമുക്ക് മുമ്പിൽ, ലോകത്തിന് മുമ്പിൽ പങ്കുവച്ചിരിക്കുന്നത്. അർത്ഥം, മക്കളില്ലാതെ കരഞ്ഞവൾക്ക് ദൈവം അവളുടെ കണ്ണുനീർ കണ്ട് പ്രതിഫലമായി, അതുതന്നെ മക്കളില്ലാതെ കരഞ്ഞവൾക്ക് ദൈവം അവളുടെ കണ്ണുനീർ കണ്ട് ആ കണ്ണുനീരിന് പ്രതിഫലമായി നൽകിയ മകൻ തൻ്റെ അമ്മയുടെ കണ്ണുനീരിനെ കുറിച്ചും ആ കണ്ണുനീർ ദൈവം മാറ്റി അവളെ സന്തോഷിപ്പിച്ചതിനെ കുറിച്ചും സാക്ഷ്യം പറയുക. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കേൾക്ക്. എന്തിനെ ചൊല്ലിയാണോ നീ കരയുന്നത്? എന്ത് ഇല്ല എന്ന് വെച്ചാണോ നീ നിരാശയോടെ വേദനയോടെ ആയിരിക്കുന്നത്? അത് നിന്റെ ജീവിതത്തിൽ തന്ന് ആ തരുന്നത് തന്നെ നിന്റെ സാക്ഷ്യം പറയുന്ന നിലയിൽ എൻ്റെ ദൈവം നിന്റെ ജീവിതത്തെ മാറ്റുവാൻ പോകുക. മക്കളില്ലാതെ കരയുന്ന സഹോദരി, നിന്നോട് തന്നെ നിന്റെ തലമുറ ഒത്തിരി പേരോട് വിളിച്ചു പറയുവാൻ പോകുക. എൻ്റെ അമ്മ തലമുറ ഇല്ലാത്തത് കൊണ്ട്, അതേ എൻ്റെ അമ്മയ്ക്കൊരു തലമുറ ഇല്ലാത്തത് കൊണ്ട് അവൾ കരഞ്ഞ് തളർന്ന രാത്രികൾ ഞാൻ അവളിൽ നിന്ന് കേട്ടിട്ടുണ്ട്. മറ്റു പല കുട്ടികളെയും പോലെ ഈ സ്വപ്ന കഥകളല്ല ഞാൻ കേട്ട് പഠിച്ചത്. എൻ്റെ അമ്മ കണ്ണുനീരോടെ പറഞ്ഞ, അവൾ അനുഭവിച്ച നിന്നയുടെ, വേദനയുടെ, സങ്കടത്തിൻ്റെ കഥകളാണ്. ആ കഥകൾക്ക് ദൈവം അറുതി വരുത്തിയ സന്തോഷത്തിൻ്റെ അനുഭവങ്ങളാണ് എന്നെ ഉറക്കത്തിലേക്ക് കൈപിടിച്ചു നടത്തിയത്. കേൾക്ക്, അവിധത്തിൽ വലിയ സാക്ഷ്യങ്ങൾ നിന്റെ തലമുറ പറയുവാൻ പോകുക. ഇന്ന് മക്കളില്ലാത്തത് കൊണ്ട് കരയുന്ന സഹോദര, സഹോദരി, ഉത്തരഫലത്തെ തലമുറയെ തന്ന് എൻ്റെ ദൈവം നിന്നെ മാനിക്കുവാൻ പോകുക. നിനക്ക് തരുന്ന മക്കൾ, നിന്റെ ചരിത്രം, നിന്റെ കണ്ണുനീരിന്റെയും നിന്റെ സന്തോഷത്തിന്റെയും നിന്റെ സാക്ഷ്യത്തിന്റെയും ചരിത്രം പറയുവാൻ പോകുക. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. മറ്റാരോ കണ്ണുനീരോടെ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. ദൈവദാസനെ ദൈവം തന്നു, മക്കളെ തന്നു. പക്ഷേ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ അറിയാതെ ചിന്തിച്ച് പോകാറുണ്ട്, മക്കളില്ലാതിരുന്നെങ്കിൽ ഇതിലും വലിയ ഭാഗ്യമായിരുന്നു. അவ்விധത്തിൽ പുറത്തു പറയുവാൻ പോലും കഴിയാത്ത വിധത്തിൽ അവൻ്റെ അമ്മയാണ്, അവളുടെ അമ്മയാണ്, അവൻ്റെ അപ്പനാണ്, അവളുടെ അപ്പനാണ് എന്ന് പറയുവാൻ കഴിയാത്ത വിധത്തിൽ നശിച്ച തലമുറകളായി എൻ്റെ തലമുറകൾ മാറിയിരിക്കുന്നു. മോശം സ്വഭാവത്തിന്,
അവരെക്കുറിച്ച് നല്ലതൊന്നും ആരും പറയുന്നില്ല. അവരുടെ കുറ്റമല്ല, നല്ലതില്ല. എൻ്റെ മക്കളെക്കുറിച്ച് പറയുവാൻ നല്ലതില്ല. ദേശത്തിലെ ഏറ്റവും മോശക്കാരിൽ മോശക്കാരായവർ മാറിയിരിക്കുന്നു. എല്ലാ മോശം സ്വഭാവങ്ങളും അവരുടെ ജീവിതത്തിലുണ്ട്. നല്ലതൊന്നും അവരുടെ ജീവിതത്തിലില്ല. അതേ കേൾക്ക്, നിന്റെ കണ്ണുനീരിന് കാരണമായിരിക്കുന്ന ആ തലമുറകൾ നിന്റെ കണ്ണുനീരിന് ദൈവം വരുത്തിയ പരിസമാപ്തിയെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ പോകുക. നീ കരഞ്ഞ് തളർന്നായിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് ദൈവം നിന്നെ സന്തോഷത്തോടെ പുറത്തു കൊണ്ടുവരുന്നതിൻ്റെ സാക്ഷ്യം നിന്റെ തലമുറ തന്നെ പട്ടുപോയിക്കൊണ്ടിരിക്കുന്ന, നശിച്ചുകൊണ്ടിരിക്കുന്ന, മദ്യത്തിലും മയക്കുമരുന്നിലും ലഹരിയിലും നശിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ തലമുറ തന്നെ പറഞ്ഞ് എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി പട്ടുപോയിക്കൊണ്ടിരിക്കുന്ന, പിശാചിനാൽ പിടിപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനേകരെ കർത്താവിന് വേണ്ടി ആദായപ്പെടുത്തുവാൻ പോകുക. ഓ, താങ്ക് യു ലോർഡ്. ആമേൻ. നശിച്ചുകൊണ്ടിരിക്കുന്ന അനേകരെ പുറത്തു കൊണ്ടുവരുന്ന തലമുറ. ഓ, സ്തോത്രം. ആമേൻ. നീ കരഞ്ഞത് വെറുതെയല്ല. നിന്റെ നിലവിളിയുടെ ശബ്ദം ഉയർന്നത് വെറുതെയല്ല. നീ നിന്ദിക്കപ്പെട്ട് അപമാനിക്കപ്പെട്ട് തലകുനിച്ചു നിൽക്കുന്നത് വെറുതെയല്ല. കാരണം നിന്നിൽ നിന്ന് പുറത്തു വരുവാനുള്ളവൻ നിന്റെ ചരിത്രം എഴുതുന്നവനാണ്. ഓ, സ്തോത്രം. നിന്റെ കുടുംബത്തിന്റെ ചരിത്രത്തെ മാറ്റുന്നവനാണ്. എൽക്കാന, ഹന്ന, ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം ആരംഭിക്കുമ്പോൾ മുതൽ ആ കുടുംബത്തെ നമുക്ക് കാണുവാൻ കഴിയും. മറ്റൊരാളും കൂടെ ഉണ്ട്, പെനീന. അതവിടെ നിൽക്കട്ടെ. എന്താണ് അവരുടെ ചരിത്ര പശ്ചാത്തലം? വിശുദ്ധ വേദ പുസ്തകം പരിശോധിച്ചാൽ അങ്ങനെ ഒരു ചരിത്രമൊന്നും അവരെക്കുറിച്ച് കേൾക്കുവാനോ അറിയുവാനോ മനസ്സിലാക്കുവാനോ കഴിയത്തില്ല. എന്നാൽ ആ ചരിത്രത്തിന്റെ തുടക്കം കണ്ണുനീരോടെയാണ്. വിശുദ്ധ വേദ പുസ്തകത്തിൽ മാറ്റിവെക്കുവാൻ കഴിയാത്ത ചരിത്രം സൃഷ്ടിക്കപ്പെടുന്നത് കണ്ണുനീരിൽ നിന്നാണ്. അതെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ കണ്ണുനീർ മാറ്റിവെക്കപ്പെടുവാൻ കഴിയാത്ത ചരിത്രമായി നിങ്ങളുടെ കുടുംബത്തിൽ, ദേശത്തിൽ, താങ്ക് യു ലോർഡ്, നിങ്ങളുടെ വംശത്തിൽ മാറുവാൻ പോകുക. പലരും പറയുന്നുണ്ട്, അയ്യോ, ഇങ്ങനെ ഒരു കുടുംബം, 4 പേർ കൂടുന്നിടത്ത് നിൽക്കുവാൻ കഴിയാത്ത, അല്ലേ? നല്ലൊരു ഫംഗ്ഷൻ വന്നാൽ ഞാൻ പലപ്പോഴും പറയുന്നത് കേട്ട്, അയ്യോ, ഇതെന്തിനാ ആവർത്തിച്ച് പറയുന്നതെന്ന് ചിന്തിച്ച് വിഷമിക്കേണ്ട. നിങ്ങൾ അനുഭവിക്കുന്ന അതേ അവസ്ഥ തന്നെ ഞാൻ മുമ്പ് അനുഭവിച്ചിട്ടുള്ള അവസ്ഥയാണ്. വീട്ടിൻ്റെ നടയിൽ കൂടെ പോയാൽ കണ്ടാൽ ഇന്ന കാര്യത്തിനാണ് വന്നതെന്ന് പറയുവാൻ പോലും മടിക്കുന്ന, അവരുടെ സന്തോഷങ്ങളിലേക്ക് നമുക്ക് സ്വീകരണമില്ല, നമുക്ക് പ്രവേശനമില്ല, അല്ലേ? അതൊരു സങ്കടമാണ്. ആരുടെയും സന്തോഷങ്ങളിലേക്ക് പ്രവേശിക്കപ്പെടാത്തവരായി, ആരുടെയും സന്തോഷങ്ങൾക്കൊപ്പം നിൽക്കുവാൻ കഴിയാത്തവരായി, കുടുംബത്തിൽ പേരില്ലാത്ത, പെരുമയില്ലാത്ത, പദവിയില്ലാത്ത, നല്ല ജോലി, അങ്ങനെ എടുത്തു പറയുവാൻ തക്കതൊന്നുമില്ലാതെ മാറ്റി നിർത്തപ്പെടുന്ന നിങ്ങളിൽ ഒരാളായി ഞാൻ ഭാരപ്പെട്ട സമയങ്ങളുണ്ട്, ഞാൻ വേദനിക്കപ്പെട്ട സമയങ്ങളുണ്ട്. ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായി കാണുവാൻ കഴിയാത്തതുകൊണ്ട് പലതവണ വന്ന് കണ്ട് അവരുടെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാൻ കൈതരുന്നവനായി എന്നെ മാറ്റിയ ദൈവം നിന്നെയും മാറ്റും, നിന്റെ കുടുംബത്തെയും മാറ്റും. ഓ, താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ നിന്റെ കുടുംബത്തിൽ ആർക്കും നിൽക്കുവാൻ കഴിയാത്ത ഒരു പൊസിഷനിലേക്ക് നിന്റെ തലമുറകൾ മുഖാന്തരം എൻ്റെ ദൈവം നിന്നെ കൊണ്ടുവരും. ഓ, ആമേൻ. തിരിച്ചറിയുന്നവർക്കായി, വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നോക്കൂ, ആ കണ്ണുനീർ അതൊരു വലിയ ചരിത്രമായി മാറുകയാണ്. ഈ കണ്ണുനീർ വെറുതെ അല്ല പ്രിയരെ. ലോകം പറയാം, അയ്യോ, അവൾ കരഞ്ഞു, അയ്യോ, ഈ കണ്ണുനീർ വെറുതെ അല്ല. പ്രിയ അമ്മേ, നീ കരയുന്ന കണ്ണുനീർ വെറുതെ അല്ല. പ്രിയ പിതാവേ, നീ കരയുന്ന കണ്ണുനീർ വെറുതെ അല്ല. പ്രിയ പെങ്ങളെ, നിന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീർ വെറുതെ അല്ല. നിന്റെ ഭർത്താവിനെ കുറിച്ചോർത്ത്, മദ്യപാനിയായ നിന്റെ ഭർത്താവിനെ കുറിച്ചോർത്ത്, സ്വബോധമില്ലാതെ വീട്ടിൽ വരുന്ന, പകൽ മുഴുവൻ അധ്വാനിക്കുന്നത് മുഴുവൻ നിന്റെ മക്കളും നീയും അനുഭവിക്കേണ്ട, അവരുടെ ഭാവി സുരക്ഷിതമായി തീരേണ്ട, നിങ്ങളുടെ നാളേക്കായി മാറ്റിവെക്കേണ്ട ആ അധ്വാന ഫലത്തെ മുഴുവൻ ചിതറിച്ച് മദ്യശാലകളിലും ചെന്ന് ചേരുവാൻ പാടില്ലാത്തിടങ്ങളിലും എത്തിച്ച് കടന്നു വരുന്ന ഭർത്താവിനെ കുറിച്ചോർത്ത് അർദ്ധരാത്രി മുഴുവൻ ഉറക്കമില്ലാതെ, അവൻ ബോധമില്ലാതെ ഉറങ്ങുമ്പോൾ കരയുന്ന നിന്നോടാ നിന്റെ കണ്ണുനീർ നിന്റെ കുടുംബത്തിനകത്ത് ചരിത്രമായി മാറുവാൻ പോകുക. ചരിത്രം എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും അയ്യോ ചരിത്രം, ഹിസ്റ്ററി. നിന്റെ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ന് പലരാലും മാറ്റി നിർത്തപ്പെടുന്ന, പലരാലും ഒഴിവാക്കപ്പെടുന്ന, പലരാലും തള്ളപ്പെട്ടു പോകുന്ന നിന്നെ
മെയിൻ സ്ട്രീമിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതാ നിന്നെ മെയിൻ സ്ട്രീമിലേക്ക് ദൈവം കൊണ്ടുവരുവാൻ പോകുകയോ. താങ്കിലോട് യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആമേൻ. സ്തോത്രം. അതൊരു സന്തോഷമാണ്. ഞാൻ പറയും ഹന്നയുടെ ഏറ്റവും വലിയ സന്തോഷം, ഹന്ന പറയും, അതേ തലമുറയില്ലാതെ ഞാൻ കരഞ്ഞു, ദൈവം എനിക്ക് തലമുറയെ തന്നു, ആ തലമുറ എൻ്റെ കണ്ണുനീരിനെ ലോകത്തിന് പരിചയപ്പെടുത്തി. നിനക്ക് ദൈവം തരും, അതിനൊരു സംശയമില്ല. കാരണം നീ ദൈവത്തിൻ്റെ ശബ്ദത്തിനൊപ്പം ആയിരിക്കുന്നു. നോക്കൂ, ഹന്നയുടെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യം, അവൾ കരഞ്ഞതാണോ? അല്ല. അവൾക്ക് ശമൂവേൽ ഉൾപ്പെടെ 6 മക്കളെ കിട്ടിയതാണോ? ഞാൻ പറയൂ അല്ല. എന്നെ സന്തോഷിപ്പിച്ച, നിങ്ങളെയും എന്നെയും നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യം. 1-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ ഹന്ന പുരോഹിതനിൽ നിന്നൊരു വാക്ക് കേൾക്കുകയാണ്. 17-ാമത്തെ വാക്യം നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഒരിക്കൽ കൂടി ഞാൻ വായിക്കാം. അതിന് ഏലി, സമാധാനത്തോടെ പോയിക്കൊള്ളുക, ഇസ്രായേലിന്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷയ്ക്ക് അവൻ ഉത്തരം നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞു. സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക. ഈ സ്ത്രീ എങ്ങനെയാ വന്നത്? കരഞ്ഞ് തളർന്ന്, ഉറക്കമില്ലാതെ, സ്വസ്ഥതയില്ലാതെ. കാരണം എന്താ? തുടക്കത്തിൽ പറഞ്ഞ അത് കിടപ്പുണ്ടോ ഉള്ളിൽ? അത് വേണം കേട്ടോ. നിങ്ങളിത് കേട്ട് അയ്യോ അത് ശ്രദ്ധിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിച്ചു ഭാരപ്പെടേണ്ട. പ്രൈസ് ചർച്ച് ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ പ്രഭാതപൻ എന്ന പേരിൽ ഈ മെസ്സേജ് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. എവിടെ? പ്രൈസ് ചർച്ച് ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ഇത് മാത്രമല്ല, ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹമാക്കി മാറ്റുന്ന ഒത്തിരി മെസ്സേജുകൾ നിങ്ങൾക്ക് കാണുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും കഴിയും. അപ്പോൾ വീണ്ടും ശ്രദ്ധിച്ചേ, ഇവൾ ഒരുപാട് പ്രശ്നത്തിലാദിക്കുന്നേ. ഇവളുടെ ഏറ്റവും അടുത്തവൾ, ഇവളുടെ വീട്ടിനകത്തുള്ളവൾ ഇവളെ കളിയാക്കുക, പരിഹസിക്കുക. കാരണം എന്താ? ഇവർക്ക് മക്കളില്ല, മറ്റവർക്കാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. പെനീന അങ്ങ് പ്രസവിച്ച് കൂട്ടുക, ഓരോ വർഷം ഓരോന്ന് അത് അങ്ങനെ പ്രസവിച്ചുകൊണ്ടിരിക്കുക. സ്വാഭാവികമായിട്ടും വീട്ടിനകത്തൊരു കുഞ്ഞിൻ്റെ കരച്ചിൽ വരുമ്പോൾ അതിനകത്തുള്ളവർക്കൊരു സന്തോഷമാണ്. ഇവിടെ പാവപ്പെട്ട ഹന്നായ്ക്ക് കരച്ചിലെന്നല്ലോ. അത് തന്നെ കുടുംബത്തിനകത്ത് എന്തെങ്കിലും ഒരു നല്ല കാര്യം സംഭവിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ നിനക്ക് പേടിയാ, അല്ലേ സഹോദരി? അയ്യോ, ഇനി ഇതിൻ്റെ പേരിൽ ഞാൻ എന്തൊക്കെ കേൾക്കേണ്ടി വരും. ഒരു കല്യാണം നടന്ന പഴി മൊത്തം നിനക്ക്. അവനും കിട്ടി, ഇതാ കെട്ടിക്കയറി വന്നു. അതല്ലേ ആ പെണ്ണിനെ ചൂണ്ടിക്കാണിച്ച് പറയുന്നേ? അവരെ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നാ, ഞങ്ങളെ വീട്ടിൽ ഒരുത്തി കൊണ്ടുവന്നു. ഒന്നും കൊണ്ടുവരാതെ അല്ല നീ പോയത്. പക്ഷെ അതെല്ലാം അങ്ങ് മറന്നു കളയും. ഞങ്ങൾക്കും ഉണ്ടൊരുത്തി, അവളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച്, അവളുടെ സൗന്ദര്യത്തെക്കുറിച്ച്, അവളുടെ വസ്ത്രധാരണത്തെ, അയ്യോ പറയണ്ട, പേടിയായപ്പോ അയ്യോ തീർന്നു. ഇനി ഒരാഴ്ച ചെവി കേൾക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ഇനി ഒരാഴ്ച പുറത്തിറങ്ങാൻ പറ്റത്തില്ല. നിന്റെ കണ്ണുനീരിന് എൻ്റെ യേശു അറിഞ്ഞു വരുത്തുക. സഹോദരി വിശ്വസിക്ക്, എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി ഈ ആഴ്ച ഒരത്ഭുതത്തെ പ്രവർത്തിക്കും. ചില ഇല്ലായ്മകളെ മാറ്റുവാൻ, ചില നിന്ദകളെ നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി കളയുവാൻ. അപ്പൊ നോക്കൂ, സന്തോഷിക്കേണ്ട സ്ഥാനത്ത് ഈ സഹോദരിക്ക് കരച്ചിലും കണ്ണുനീരുവാൻ. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരെയും പോലെ തന്നെ ചില നല്ല കാര്യം നടക്കുമ്പോൾ നമുക്ക് കരയാൻ മാത്രമേ നമുക്ക്, അല്ലേ സഹോദര? നാലോടെ മുമ്പിൽ സന്തോഷത്തോടെ നിൽക്കേണ്ട സമയത്ത് കർത്താവ് നിന്റെ കണ്ണുനീരിനെ അറുതി വരുത്തുകയാണ്. നീ കുടുംബമായി, ആവർത്തിച്ച് പറയട്ടെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിർബന്ധിക്കുക, കുടുംബമായി ഒരുമിച്ച് ചില സന്തോഷങ്ങളിൽ നീ നിൽക്കുവാൻ പോവുക യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി മക്കളെ, ചില സന്തോഷങ്ങളിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ടവരായി നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ട്. മാറ്റി നിർത്തപ്പെടുകയാണ്. ആ സന്തോഷങ്ങളിൽ നിങ്ങളുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ മാറ്റി നിർത്തുന്നവരുടെ മധ്യത്തിൽ മുഖ്യ സ്ഥാനം നൽകി, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ കൂട്ടുകാരുടെ മധ്യത്തിൽ, നിങ്ങളുടെ ദേശത്തിൽ മുഖ്യ സ്ഥാനം നൽകി കർത്താവ് നിങ്ങളെ മാനിക്കുവാൻ പോകുക. അതേടാ, എൻ്റെ യേശുവിന് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് മോളെ. എൻ്റെ യേശുവിന് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ആ മാറ്റി നിർത്തപ്പെട്ട നിന്നെ ചില മുഖ്യ സ്ഥാനങ്ങളിൽ ഈ ആഴ്ച എൻ്റെ കർത്താവ് കൊണ്ടുചെന്നിരുത്തും. കണ്ണുനീർ ഒരു പക്ഷേ നിൻ്റേതായിരിക്കണമെന്നില്ല. നിന്റെ അമ്മ കരയുന്നുണ്ടോ? യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് നിന്റെ അമ്മയുടെ കണ്ണുനീരിന് എൻ്റെ ദൈവം പ്രതിഫലം നൽകി. അപ്പോൾ ഇല്ല, മക്കളില്ല, അകത്തുണ്ടാകുമ്പോൾ ഇവിടെ കരച്ചിലും കണ്ണുനീരും. അങ്ങനെ നേരെ ദേവാലയത്തിലേക്ക്, ആ ദേവാലയത്തിൽ വെച്ച് അവൾ പുരോഹിതന്റെ വാക്ക് കേൾക്കുക. ഈ സമയം
പ്രതീക്ഷയോടെ നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഞാൻ പറയും, ഹന്ന എவ்விധത്തിൽ ദേവാലയത്തിൽ കടന്നുപോയായിരുന്നു, അതുപോലെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് വേദനയോടെ എവിടെ, എങ്ങനെ, ആരിലൂടെ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകുമെന്ന് ചിന്തിച്ച്, അതെ, നീ ഏലി പുരോഹിതനിലൂടെ കേട്ട ശബ്ദം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എന്നിലൂടെ കേൾക്കുകയാണ്. നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഇന്ന് ഉത്തരം നൽകും. നിന്റെ ഇല്ലായ്മയെ ദൈവം ഇന്ന് മാറ്റും. ഇനി നീ ഇല്ലാത്തവളായതുകൊണ്ട്, ഇനി നീ ഇല്ലാത്തവനായതുകൊണ്ട് കുടുംബത്തിനകത്ത് ഒപ്പമുള്ളവരുടെ ജീവിതത്തിൽ പലതും ഉണ്ടാകുമ്പോൾ നീ കുത്തുവാക്ക് കേൾക്കുവാൻ, നീ പരിഹസിക്കപ്പെടുവാൻ, നീ നിന്ദിക്കപ്പെടുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ കണ്ണുനീരിന് എൻ്റെ യേശു അറുതി വരുത്തുക. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി എല്ലാം ഉണ്ട്. ആമേൻ. ഇവക്കെല്ലാം ഉണ്ട്. എൽക്കാനയെ കുറിച്ച് പറയുന്നേ, അയ്യോ ഇതുപോലൊരു ഭർത്താവ് വേറെ ഇല്ല. എൽക്കാന പറയാ, നീ എന്തിനാടി മേടിക്കുന്ന, മക്കളില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ നിന്റെ കൂട്ടത്തില്ലേ, 10 മക്കളെക്കാൾ അതിനേക്കാൾ ശ്രേഷ്ഠനായി ഞാനില്ലേ. എല്ലാം ശരി തന്നെ, എല്ലാം ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, ആ ഇല്ലായ്മ ഒരു വലിയ വിഷയമാണ്, അല്ലേ സഹോദര? ഉണ്ട് ദൈവദാസനെ, ജോലിയൊക്കെ ഉണ്ട്, പക്ഷേ ഒരു സ്ഥിര വരുമാനം എന്ന് പറയാൻ പറ്റുന്നില്ല. അതിൻ്റെ കുഴപ്പം എന്താണെന്ന് അറിയാമോ? അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഒരു വീട് വയ്ക്കണമെങ്കിൽ സ്ഥിര വരുമാനമില്ലാതെ നാളെയും കിട്ടുമെന്ന് ഉറപ്പില്ലാതെ എങ്ങനെ വയ്ക്കാൻ പറ്റും? അതല്ലേ പ്രശ്നം. ആ മുടങ്ങി നിൽക്കുന്ന വീട് പണി വരുമാനത്തെ സ്ഥിരമാക്കി കർത്താവ് ആ വീട് പണിക്ക് ആരംഭം കുറിക്കുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആമേൻ. ആ ഇല്ലായ്മയെ കർത്താവ് മാറ്റുക. സ്ഥിര വരുമാനം, ഉറപ്പുള്ള വരുമാനം, കിട്ടുമെന്ന് ഉറപ്പോടെ വിശ്വസിക്കുവാൻ കഴിയുന്ന ആ വരുമാനമില്ലായ്മയുടെ അവസ്ഥയെ കർത്താവ് മാറ്റുക. വിശ്വാസത്തോടെ രാമൻ പറയും, അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നിന്റെ ജീവിതത്തിൽ മാത്രമല്ല സഹോദരി, നിന്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ, നിന്റെ മക്കളുടെ ജീവിതത്തിൽ സ്ഥിര വരുമാനമുള്ള ജോലി നൽകി കർത്താവ് മാനിക്കുവാൻ പോകുക. ആമേൻ. ഉണ്ട്, അത്യാവശ്യം പൈസയൊക്കെ ഉണ്ട്, വസ്തുവൊക്കെ ഉണ്ട്, പക്ഷെ വീടില്ല. ആമേൻ. അത് തന്നെ. ഒത്തിരി തവണ അതിനുവേണ്ടി ഇറങ്ങി, പക്ഷെ എന്തോ പല പല തടസ്സങ്ങൾ, ആ തടസ്സത്തെ കർത്താവ് മാറ്റുക. കാരണം സ്തോത്രം, ഇവള് ഒരുപാട് ശ്രമിച്ചു, നടന്നില്ല. അവസാനം അവൾ ദൈവസന്നിധിയിലെത്തി. നീ ദൈവസന്നിധിയിലിരിക്കുക, ദൈവത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുക. സോ ആ തടസ്സം മാറും. ഇനി നിന്റെ മുഖം വ്യസനിക്കത്തില്ല. യെസ്, യേശുവിൻ നാമത്തിൽ. അവൾക്ക് ആവശ്യം പേരിനൊന്ന് കിട്ടിയാൽ മതി, ഒരൊറ്റ എണ്ണം മതി. പക്ഷേ വചനം പറയുന്നു, ദൈവം 6 നൽകി അവളെ മാനിച്ചു. നിനക്ക് ഇപ്പം അങ്ങനെയാ പറയുന്നത്, എങ്ങനെയെങ്കിലും ഒരു വീടൊന്ന് തട്ടിക്കൂട്ടി, ഇനി ഇതിനകത്ത് കിടക്കാൻ വയ്യ. ഇതിപ്പം മറ്റുള്ളവരുടെ വാക്ക് കേട്ട് വല്ലാത്തൊരവസ്ഥയല്ലേ വാടക വീടെന്ന്. അതൊരു നിരാശയാണ്. വാടക വീടുകളിൽ താമസിക്കുന്നവർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, വിശ്വാസത്തോടെ മുൻപോട്ടിറങ്ങ്. കർത്താവ് സ്വന്തം ഭവനത്തെ നൽകി നിന്നെ മാനിക്കും. ഇനി വാടക വീടെന്ന നിരാശ നീ അനുഭവിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. അവൻ അപ്പോ ചെറുതെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടണം, അല്ലാതെ പറ്റത്തില്ല. ചെറുതാണ് നിന്റെ ആഗ്രഹം, പക്ഷേ ചെറുതാണ് ഇപ്പോഴത്തെ നിലവിലെ നിന്റെ ആവശ്യം, പക്ഷേ നിന്റെ ആഗ്രഹം പോലെ ആഗ്രഹത്തിനപ്പുറമായി അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ ഭവനം നൽകി എൻ്റെ ദൈവം നിന്നെ മാനിക്കുവാൻ. ഓ സ്തോത്രം. ഒരു ചെറിയ ശുശ്രൂഷയെങ്കിലും മതി. എവിടെയെങ്കിലും ഒരു ചെറിയ കർത്താവ് വേലസ്ഥലം ഒരുക്കുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. സ്തോത്രം. ആ ഇല്ലായ്മ, കരയിപ്പിക്കുന്ന ഇല്ലായ്മ, ചിലതില്ല. നല്ലൊരു ജോലിയില്ല, കുടുംബമില്ല, ഒറ്റയ്ക്ക. സ്തോത്രം. നിന്നെക്കാൾ അത് വേദനിപ്പിക്കുന്നത് നിന്റെ മാതാപിതാക്കളെയാണ്. വിവാഹപ്രായമായി കൂടെ ഉള്ളവരെയൊക്കെ വിവാഹം കഴിച്ചു. മാതാവേ, നിന്നെ ആ വാക്കുകൾ സങ്കടപ്പെടുത്തുന്നുണ്ട്. മകളുടെ വാക്കുകൾ, എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ അവരൊക്കെ രക്ഷപ്പെട്ടു, അവരുടെ കല്യാണം കഴിഞ്ഞു, അവർ സന്തോഷമായിരിക്കുന്നു, ഞാൻ മാത്രം. അത് നിന്നെ വല്ലാതെ ഭാരപ്പെടുത്തുന്നുണ്ട്. കേൾക്ക്, ആ കണ്ണുനീരിന് എൻ്റെ യേശു ഇന്ന് പര്യവസാനമുണ്ടാക്കിയ. യെസ്, എൻ്റെ യേശു ഇന്ന് അറുതി വരുത്തിയ. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട കുടുംബ ജീവിതങ്ങളെ നൽകി ചിലരുടെ കണ്ണുനീരിന് യേശു അറുതി വരുത്തിയ. ഓ താങ്ക് യു ലോർഡ്. നീ നിന്ദിക്കപ്പെടുവാൻ, നീ തലകുനിക്കപ്പെടുവാൻ, നീ കരയുവാനിടയായ അനുഭവങ്ങൾക്ക് എൻ്റെ യേശു അറുതി വരുത്തിയ. അവരുടെ മുമ്പിൽ തന്നെ ആ ചേർത്ത് നിർത്തേണ്ടവർ, നീ ഒരുപാട് സ്നേഹിക്കുന്ന, നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു നീ കരുതിയ
അവസരം കിട്ടിയപ്പോൾ പണി തന്നുകൊണ്ടിരിക്കുന്ന അവരുടെ മുൻപിൽ തന്നെ ഒരുപക്ഷെ ഈ വാക്കുകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ പലരും പരിഹാസത്തോടെ കമൻ്റ് ഇടുന്നതൊക്കെ ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. പലരും വിളിച്ചൊക്കെ പറയാറുണ്ട്. പ്രിയരെ, ഞാൻ സംസാരിക്കുന്നത് മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ചാണ്. എൻ്റെ ദൈവം ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായി വന്നത് മനുഷ്യന് വേണ്ടിയാണ്. അല്ലാതെ എല്ലാം തികഞ്ഞ കമൻ്റ് ഇടാൻ മാത്രം ഒരല്പം കുറവുള്ള നിങ്ങൾക്ക് വേണ്ടിയോ നിങ്ങളെക്കുറിച്ചോ അല്ല. എന്നെ കേൾക്കുന്ന ഒരുപാട് സാധാരണക്കാരുണ്ട്, കരയുന്നവരുണ്ട്, നിരാശയിലായിരിക്കുന്നവരുണ്ട്, ഹന്നമാരുണ്ട്, മോശമാരുണ്ട്. അവരോടാ എന്നിലൂടെ ദൈവം സംസാരിക്കുന്നത്. അവരിൽ ഒരാളായിരുന്ന എന്നെയാ ദൈവം വിളിച്ച് പുറത്തു കൊണ്ടുവന്നത്. ഞാൻ ആദ്യമേ മരുഭൂമിയിൽ ഓടിയവനാ, മോശയെ പോലെ. അതുകൊണ്ട് എൻ്റെ പിന്നാലെ ഒരുപാട് പേർ മരുഭൂമി കടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. വിശ്വസിക്കുവാൻ തയ്യാറാണോ? അവരുടെ മുമ്പിൽ എൻ്റെ ദൈവം അതേ നിന്നെ നിന്ദിച്ച, പരിഹസിച്ച, കുറ്റപ്പെടുത്തിയ, ഒറ്റപ്പെടുത്തിയ അവരുടെ മുമ്പിൽ എൻ്റെ ദൈവം നിന്റെ കണ്ണുനീരൊപ്പം. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ അറിയുന്ന ഒത്തിരി പേര് ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടിവരുത്തുക. നിങ്ങൾക്ക് ഈ പ്രോഗ്രാം അനുഗ്രഹമായി ഇത് അനേകരിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയിലേക്ക് കോൺടാക്ട് ചെയ്യുക, പ്രോഗ്രാം സ്പോൺസർ ചെയ്യുക. എല്ലാ വെള്ളിയാഴ്ചകളും രാവിലെ 11:30 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ. ലിങ്ക് അവൈലബിൾ അല്ലാത്തവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. ലൈവായി നിങ്ങൾക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ജോയിൻ ചെയ്യുവാൻ കഴിയും. നേരിട്ട് കടന്നു വരുന്നവർക്കും വരാം കേട്ടോ. ലൈവായി തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കും. ആ സമയം കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നത് നിങ്ങൾ സാക്ഷിക്കും. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമവിളയിൽ രാവിലെ 10 മണി മുതൽ പ്രൈസർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെൻ്ററിൽ വെച്ച് സഭാരാധനയുണ്ട്. കടന്നു വരിക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കൊരു ആത്മീയ ആരാധന മിസ് ചെയ്യുന്ന പക്ഷം കൂട്ടിവരുത്തി ഒപ്പം കടന്നു വരിക. കടന്നു വരുവാൻ കഴിയാത്തവർ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ലൈവിൽ ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്ത് ദൈവത്തെ ആരാധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനുമുള്ള അവസരമുണ്ട്. ഇനി വൈകുന്നേരം 3 മണി മുതൽ നെയ്യാറ്റിൻകര അമരവിളയിൽ കാന്നിമൂട് MS പ്ലാസയുടെ താഴെ ഞങ്ങൾ നിങ്ങൾക്കൊപ്പമായിരിക്കും. കടന്നു വരിക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കൂട്ടിവരുത്തുക. പ്രിയപ്പെട്ടവരോട് അറിയിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആ ദേശത്തിന് മധ്യത്തിൽ വലിയ സാക്ഷ്യങ്ങളെ പ്രാപിക്കാം. കണ്ണടച്ചു. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ഇവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ഇല്ലായ്മകൾ മുഖാന്തരം ഇവരുടെ പ്രിയപ്പെട്ടവരും വേണ്ടപ്പെട്ടവരും കൂടെ ചേർന്ന് നിൽക്കേണ്ടവരും ഇവരെ കുറ്റപ്പെടുത്തുന്നു, പരിഹസിക്കുന്നു, കളിയാക്കുന്നു. ആ കണ്ണുനീർ തോരുന്നില്ല കർത്താവേ. അത് തോരുവാൻ വേണ്ടി ഇന്ന് ഇവരുടെ ജീവിതത്തിലെ ആ ഇല്ലായ്മ അങ്ങ് മാറ്റുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് യേശുവേ ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ നൽകി മാനിക്കണമേ. ഇവരുടെ കാത്തിരിപ്പുകൾക്ക് അറുതിയാകട്ടെ. തൊഴിൽ സംബന്ധമായുള്ള എല്ലാ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഇവരുടെ ജീവിതത്തിൽ മാറിപ്പോകട്ടെ. കടഭാരങ്ങൾ മാറിപ്പോകട്ടെ. പലിശക്കടങ്ങളും ജപ്തി നോട്ടീസുകളും മാറിപ്പോകട്ടെ. ഓ സ്തോത്രം. ഇവർക്ക് ലഭിക്കേണ്ട നന്മകളെ തടഞ്ഞു വയ്ക്കുന്ന എല്ലാ വെല്ലുവിളികളും വഴിയട്ടെ. കേസുമായി മുൻപോട്ട് പോകുന്നവർ തീർപ്പുകൾ ഉണ്ടാകട്ടെ. അവകാശങ്ങൾ ലഭിക്കട്ടെ. അവകാശ തർക്കങ്ങൾ മാറിപ്പോകട്ടെ. ഓഹരികൾ ലഭിക്കേണ്ടത് അത് ലഭിക്കട്ടെ. നീതി വെളിപ്പെടട്ടെ. അനീതി മാറിപ്പോകട്ടെ. കടം മാറട്ടെ. പലിശക്കടങ്ങൾ മാറട്ടെ. ജപ്തി നടപടികളെ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാ ഡിവോഴ്സുകളും മാറിപ്പോകട്ടെ. ഭാര്യയും ഭർത്താവും സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ. മക്കളില്ലാതെ ഭാരപ്പെടുന്നവർ യേശുവെ അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ നൽകണമേ. ജനിച്ച മക്കൾ അനുഗ്രഹിക്കപ്പെട്ടവരായി വളരട്ടെ. അനുസരണമുള്ളവരായി മാതൃകയുള്ളവരായി വളരട്ടെ. അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ. അവരുടെ മുൻപോട്ടുള്ള ജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. വിദേശങ്ങളിൽ കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്ന മക്കൾ പഠനം, വിദ്യാഭ്യാസം, ജോലി അനുഗ്രഹമായി തീരട്ടെ. വിദേശ രാജ്യങ്ങളിലായിരിക്കുന്നവർ, പല നിലകളിൽ വിസ പ്രോബ്ലങ്ങൾ ഫേസ് ചെയ്യുന്നവർ, വർക്ക് പെർമിറ്റുകൾ കിട്ടുവാനുള്ളവർ, എക്സാമുകൾ എഴുതിയെടുക്കുവാനുള്ളവർ സ്വർഗമങ്ങ് കൂടിയിരിക്കണമേ. അപ്പോൾ ജോലി ചെയ്യുവാൻ കഴിയാതെ ബലഹീനരായിരിക്കുന്നവർ ശക്തി പ്രാപിക്കട്ടെ. മനോഹരമായ ഭവനങ്ങൾ നൽകി ഇവരെ മാനിക്കപ്പ. പണികൾ പൂർത്തിയാക്കപ്പെടട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. മദ്യപാന വ്യഭിചാര വെറുക്കുത്തുകൾ കുടുംബങ്ങൾക്കകത്തുനിന്ന് മാറിപ്പോകട്ടെ. ഇവരിലെ എല്ലാ രോഗവും യേശുവേ ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യമാകട്ടെ. കിടക്കയിലാക്കിയ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. കാഴ്ചയില്ലാതെ ഭാരപ്പെടുന്നവർ കാഴ്ച ഉണ്ടാകട്ടെ. എഴുന്നേൽക്കുവാൻ കഴിയാതെ ജോയിന്റുകളിൽ തേയ്മാനമായി ഭാരപ്പെടുന്നവർ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. സാമ്പത്തികം അനുഭവിക്കുന്ന എല്ലാ ഞെരുക്കങ്ങളും മാറിപ്പോകട്ടെ. അഭിവൃദ്ധി ഉണ്ടാകട്ടെ. ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ആത്മീയ ജീവിതം പണിയപ്പെടട്ടെ. സ്വദേശത്തും വിദേശത്തും പല നിലകളിൽ സ്ഥാപനങ്ങൾ നടത്തുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന
എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.